1945 ആദ്യത്തെ അണുബോംബ് പരീക്ഷിച്ചപ്പോൾ അതിൻ്റെ ഭീകരത കണ്ട റോബർട്ട് ഓപ്പൺഹൈമർ ഭഗവത്ഗീതയിലെ വരികളാണ് ഓർത്തത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗ പതുദ്ധിത. 1000 സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചുയർന്നാൽ എങ്ങനെയുണ്ടാകും? ആധുനിക ലോകം ഈ വിനാശത്തെ ന്യൂക്ലിയർ ബോംബെന്ന് വിളിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭാരതീയ പുരാണങ്ങൾ ഇതിനെ മറ്റൊരു പേരിൽ അടയാളപ്പെടുത്തിയിരുന്നു: ബ്രഹ്മാസ്ത്രം. വെറുമൊരു അമ്പായിരുന്നോ ഇത്? അതോ പുരാതന ഭാരതത്തിലെ നശിച്ചുപോയ അതിനൂതന സാങ്കേതിക വിദ്യയോ? ഇന്ന് 1000 കഥകളിലൂടെ ഈ രഹസ്യം നമുക്ക് പരിശോധിക്കാം. പലർക്കും അറിയില്ലാത്ത ഒരു കാര്യമുണ്ട്: ബ്രഹ്മാസ്ത്രത്തിലെ തന്നെ 3 വ്യത്യസ്ത തലങ്ങളുണ്ട്. സാധാരണ ബ്രഹ്മാസ്ത്രം ഒരു ലക്ഷ്യത്തെ മാത്രം തകർക്കുമ്പോൾ അതിനേക്കാൾ 4 മടങ്ങ് ശക്തിയുള്ളതാണ് ബ്രഹ്മശിരസ്. ഇതിന് ബ്രഹ്മാവിൻ്റെ 4 തലങ്ങളെപ്പോലെ 4 മടങ്ങ് വിനാശകാരിയാകാൻ കഴിയും. എന്നാൽ ഇതിനേക്കാളും മുകളിലായി ബ്രഹ്മാണ്ഡാസ്ത്രം എന്നൊരായുധം കൂടി വിവരിക്കപ്പെടുന്നുണ്ട്. ഇത് പ്രപഞ്ചത്തിലെ മറ്റ് ആയുധങ്ങളെപ്പോലും വിഴുങ്ങാൻ ശേഷിയുള്ളതാണ്. മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവും അർജുനനും പരസ്പരം ബ്രഹ്മശിരസ് പ്രയോഗിച്ചപ്പോൾ പ്രപഞ്ചം തന്നെ അവസാനിക്കുമെന്ന് ഭയന്നാണ് വ്യാസമുനിയും നാരദ മഹർഷിയും ഇടപെട്ട് അത് തടഞ്ഞത്. ആധുനിക കാലത്തെ ഹൈഡ്രജൻ ബോംബ് പോലെയൊന്നായിരുന്നോ ഈ ബ്രഹ്മശിരസ്? ചരിത്രപരമായ തെളിവുകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായി രാജസ്ഥാനിലെ മരുസ്ഥലി എന്ന മരുഭൂമിയെ ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. രാമായണത്തിലെ ശ്രീരാമൻ സമുദ്രത്തിന് നേരെ തൊടുത്ത ബ്രഹ്മാസ്ത്രം പിന്നീട് ദിശ മാറ്റി വിട്ടത് ഈ പ്രദേശത്തേക്കാണെന്ന് പറയപ്പെടുന്നു. ഇന്നും ഈ മരുഭൂമിയിലെ ചില ഭാഗങ്ങളിൽ അമിതമായ റേഡിയേഷൻ കാണപ്പെടുന്നു.